അല്ലടി ഞാനോട് പറഞ്ഞ ചാപ്പി തെച്ചോ ഒളിച്ചു കളിച്ചോ എനിക്ക് കല്യാണത്തിന് പോണെന്ന്. ഓൻ്റെ എണ്ണിയാളെ 1-2 ലക്ഷം സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കൊടുന്ന പെണ്ണാണത്. ആ ചെക്കൻ കാട്ടണ ഒരു കടുപ്പം നോക്കി മനസ്സാ ഇവിടെ വന്നോക്കി. എത്താണ് കാര്യം പറ. ആ കൈജുവിന്റെ മോനെ ആ മരോളെ തല്ലു നോക്കി ഇവിടെ വന്നോക്കി. ഓലോടെ പല പ്രശ്നം ഉണ്ടാവും, ഞാൻ കിടന്നു. ഞങ്ങൾ അവിടെ കിടക്കി. ഇന്നോട് തല്ലണൊക്കെ ഉണ്ട്, ഇന്നോട് ഇവിടെ നിൽക്കാനാവൂല, ഞാൻ അങ്ങോട്ട് വരിക. എന്റെ കുട്ടി ഇങ്ങോട്ട് വരില്ലട്ടോ. നാട്ടുകാർ അതും നോക്കെ പറഞ്ഞിട്ടുണ്ടാക്കും. പെൺകുട്ടികളായാലേ കുറച്ച് സഹിക്കൂ ക്ഷമിക്കൊക്കെ വേണ്ടി വരും. ഓന്റെ എണ്ണിയാളെ നാട്ടുകാർ അത് ഇതും പറയുന്നു. ആ പെണ്ണിന്റെ ബാപ്പേ കാലം പോയ ഒരു പോക്ക്. ഔനാന്റെ മക്കൾ ആരാന്റെ പെരീക്ക് കെട്ടിച്ചിക്കാണ്ടേ അവിടെ എന്തേലും പ്രശ്നം ഇടങ്ങാറുണ്ടെങ്കില് ആരാപ്പ തീർക്കല്? ഔനാന്റെ ബാപ്പാരും ഉമ്മാരും ഒക്കെ തന്നെ ഇങ്ങനെ പറയല്. പിന്നെ എങ്ങനെ പെൺകുട്ടികളെ തൂങ്ങി മരിച്ചാതൊക്കെ? ഒന്ന് മാറി ചിന്തിച്ച് മനുഷ്യന്മാരെ, ഒന്ന് മാറി ചിന്തിച്ച്. പിന്നെ പെൺകുട്ടികളോട് പറയാനുള്ളത്, പെണ്ണുങ്ങളെ 4 അക്ഷരം പഠിച്ചോളി. ഇപ്പം ഇനി 10ാം ക്ലാസ്സൊക്കെ അല്ലേ വരുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ പരീക്ഷക്കൊക്കെ നല്ലോണം പഠിച്ചോളി. അതേമാതിരി +2 ഉള്ള നേരം ചാറ്റിങ്ങും ചീറ്റിങ്ങും കൂറ്റിങ്ങും ആയിട്ട് നടന്നാലേ അതന്നെ ഉണ്ടാവുള്ളൂ.